ഒരു ബന്ധത്തിൽ എപ്പോഴാണോ നമ്മൾ സ്വയം വിശദീകരിക്കാൻ തുടങ്ങുന്നത്, അന്നു മുതൽ നമ്മൾ സ്വയം മാറി നിൽക്കാൻ കൂടി പരിശീലിക്കുന്നത് നന്നാവും. ഒരാൾ എപ്പോഴാണോ പ്രതിക്കൂട്ടിൽ കയറി സ്വയം വിശദീകരണം നൽകി തുടങ്ങുന്നത്, ആ ബന്ധങ്ങളിൽ നമുക്കറിയാം അവർ നമ്മളെ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ആർക്കു വേണ്ടിയാണ് നമ്മൾ ഈ വിശദീകരണം നടത്തുന്നത്? നമ്മളുടെ മൈന്യൂട്ടായ തെറ്റുകൾ അന്വേഷിച്ച് നടക്കുന്ന അവരുടെ മുന്നിൽ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യവുമില്ല. അവർക്ക് നമ്മുടെ വിശദീകരണം ആവശ്യവുമില്ല. അവർക്ക് വേണ്ടത് അവർ ഓൾറെഡി തീരുമാനിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. മുൻവിധികളോടെ പ്രീഡിറ്റർമൻഡായിട്ട് നമ്മളിൽ അവർ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ മാത്രമാണ് അവർ നമ്മളിൽ നോക്കുന്നത്. അതെത്ര നല്ല കാര്യം നമ്മൾ ചെയ്താലും അതാണ് എന്ന് വരുത്തി തീർക്കാൻ അത്തരം ആളുകൾക്ക് വളരെ പെട്ടെന്ന് കഴിയും. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ എന്തിനു സ്വയം വിശദീകരിക്കാൻ നിൽക്കണം? നമ്മൾ എന്തിന് അവരോട് വിശദീകരിച്ച് സ്വയം ചെറുതാകണം? അത്തരം ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സമാധാനം, അവരോട് വിശദീകരിച്ച് പിന്നെയും പിന്നെയും അവരത് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നത് കാണുമ്പോഴുള്ള വിഷമത്തിനേക്കാൾ എത്ര കുറവാണെന്നറിയാമോ? സ്വയം വിശദീകരണം തുടങ്ങുന്ന കാലത്ത് ബന്ധങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നതായിരിക്കും വ്യക്തികളുടെ മനസ്സമാധാനത്തിന് നല്ലത്. പക്ഷേ നമ്മളെപ്പോഴും ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ പുറകിലാണ്. മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റാണ് എൻ്റെ ജീവിതം തന്നെ എഴുതപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്ന കുറേ പേരുടെ ഇടയിലാണ് നമ്മളും ജീവിക്കുന്നത്. നമുക്ക് വിശദീകരണം നിർത്താം. നമുക്ക് നമ്മളായി ജീവിക്കാം.